നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. നതേ സഖ സന്നിഹിത തക്ഷകോ ഭുജഗോത്തമ. പാമ്പുകളുടെ കൂട്ടത്തിൽ രാജാവായിരിക്കുന്ന ശ്രേഷ്ഠനായിരിക്കുന്ന അങ്ങയുടെ കൂട്ടുകാരൻ തക്ഷകൻ, അവനെക്കുറിച്ച് ചിന്തിക്കേണ്ട, അവൻ ഇവിടെ ഇല്ല. ഈ ഖാണ്ഡവം ദഹിക്കുന്നതിന് മുമ്പ് തന്നെ കുരുക്ഷേത്രം ഗതോഹ്യസൗ, അവൻ കുരുക്ഷേത്രത്തിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. ഖാണ്ഡവത്തിന് ഇങ്ങനെ വിപത്ത് വരുന്നൊന്നും അറിഞ്ഞിട്ടല്ല, അവന്റെ ഭാഗ്യം കൊണ്ട് അവനെന്തോ കാരണവശാൽ അങ്ങോട്ട് പോകണം തോന്നി അവൻ അങ്ങോട്ട് പോയി. അതുകൊണ്ട് അങ്ങ് വെറുതെ കൃഷ്ണാർജുനന്മാരോട് യുദ്ധം ചെയ്ത് മെനക്കെടേണ്ട കാര്യമില്ല. ഇതുവരെ ചെയ്ത അങ്ങയുടെ പരിശ്രമങ്ങളെല്ലാം വിഫലമായല്ലോ. അങ്ങയുടെ ആയുധങ്ങളും അങ്ങയുടെ യുദ്ധതന്ത്രവും അങ്ങയുടെ വേഗതയും എല്ലാം അവരുടെ മുന്നിൽ, ആ രണ്ടുപേരുടെ മുന്നിൽ തകർന്നുപോയല്ലോ. അങ്ങയോടൊപ്പം ദേവന്മാർ മൊത്തം ഉണ്ടായിരുന്നല്ലോ, 33 കോടി. അവരോടൊപ്പം നിന്ന് അവരുടെ നേതാവായിട്ടാണല്ലോ അങ്ങ് ആ 2 മനുഷ്യരോട് യുദ്ധം ചെയ്തത്. എന്നിട്ടും പരാജയപ്പെട്ടല്ലോ. ഇനിയും യുദ്ധം ചെയ്യേണ്ട ആവശ്യവുമില്ല. തക്ഷകൻ അവിടെ ഇല്ല. യുദ്ധം ചെയ്യേണ്ട. യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ഏറെ നാണക്കേടുണ്ടാകും. ഇപ്പൊ തന്നെ ഇത് ലജ്ജാകരമായി പോയിരിക്കുന്നു. മനുഷ്യരോട് തോറ്റു ഇന്ദ്രൻ എന്ന ലോകം ഈ സംഭവത്തെക്കുറിച്ച് നാളെ പറയും. അവര് രണ്ടുപേരെയും തോൽപ്പിക്കാനാവില്ല. അശരീരി കേൾക്കാണ്. നചശക്യവും യുദ്ധാചേതും കഥഞ്ചിത് അഭിവാസവ. ഒരു പ്രകാരത്തിലും, യുദ്ധത്തിന് പല പ്രകാരത്തിലുള്ള തന്ത്രങ്ങൾ നമുക്ക് ഉപയോഗിക്കാമല്ലോ. അങ്ങനെ തന്ത്രങ്ങൾ കൊണ്ട് ജയിക്കാം. ആയുധം കൊണ്ട് ജയിക്കാൻ കഴിയാത്തടത്ത് തന്ത്രം കൊണ്ട് ജയിക്കാം. ശരീരബലം കൊണ്ട്, അഭ്യാസബലം കൊണ്ട് ജയിക്കാൻ കഴിയാത്തടത്ത് തന്ത്രം കൊണ്ട് ജയിക്കാം. അങ്ങനെയായാൽ പോലും അവരെ രണ്ടുപേരെയും പടക്കളത്തിൽ വെച്ചിട്ട് തോൽപ്പിച്ച് ജയിക്കാം എന്ന് അങ്ങ് കരുതണ്ട. സാധ്യമേയല്ല. ഇവര് ആരാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളൂ. അങ്ങ് ധരിച്ചു വച്ചിരിക്കുന്നത് വസുദേവരുടെ മകനായിരിക്കുന്ന വാസുദേവൻ, കൃഷ്ണൻ ഒരാള്, കുന്തിയുടെ മകനായിരിക്കുന്ന അർജുനൻ വേറൊരാള്. രണ്ടുപേരും മനുഷ്യരാണ്. മനുഷ്യർ ദുർബലരാണല്ലോ. അതുകൊണ്ട് ദേവന്മാർക്ക് എളുപ്പത്തിൽ കീഴ്പ്പെടുത്താമല്ലോ എന്നൊക്കെയാണല്ലോ അങ്ങയുടെ വിചാരം. അവർ മനുഷ്യരല്ല. നരനാരായണാവേതൗ. ഇവർ രണ്ടുപേരും നരനും നാരായണനുമാണ് എന്നറിഞ്ഞുകൊള്ളുക. അവർ പണ്ടേയുള്ള ദേവന്മാരാണ്. ഇപ്പോ ഈ ശരീരം സ്വീകരിച്ച് ലോക രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങോട്ട് അവതരിച്ചിരിക്കുന്നു എന്ന് മാത്രം. ഈ നരനാരായണന്മാരെ അങ്ങക്ക് അറിയുമല്ലോ. ദിവിശ്രുതൗ. ദേവലോകത്ത് നരനാരായണന്മാർ ആരാണ് എന്നുള്ളത് പണ്ടേ പ്രസിദ്ധമാണല്ലോ. അതിനാൽ ആ പേര് പറയുമ്പോൾ തന്നെ അങ്ങക്ക് മനസ്സിലാകുമല്ലോ. ഭവാനപി അഭിജാനാതി യദ്വീര്യോ യത് പരാക്രമോ. ഈ നരനാരായണന്മാർക്ക് എന്ത് വീര്യമാണുള്ളത് എന്ന് അങ്ങയ്ക്ക് നന്നായി അറിയാമല്ലോ. അങ്ങയ്ക്ക് അപരിചിതമല്ലല്ലോ. ഇവരുടെ പരാക്രമം എന്താണെന്നുള്ളതും അങ്ങയ്ക്ക് നന്നായി അറിയാമല്ലോ. എത്രയോ തവണ ദേവലോകത്തെ രക്ഷിച്ചയാളാണ് ഈ നാരായണൻ. അതിൽ നിന്ന് തന്നെ ദേവന്മാർ പരാജയപ്പെട്ട അവസരത്തില് വിപത്തിൽ നിന്ന് രക്ഷിച്ച ഈ നാരായണന് എത്രമാത്രം പരാക്രമമുണ്ട്, കരുത്തുണ്ട് എന്ന് അങ്ങയ്ക്ക് നന്നായി അറിയാമല്ലോ. ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. നേതൗ ശക്യൗ ദുരാധർഷൗ വിജേതും അജിതൗ യുധി. ഇവരെ തോൽപ്പിക്കാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല, കഴിയുകയുമില്ല. അങ്ങനെയുള്ള ഈ രണ്ടുപേരെയും, അവർ ദുരാധർഷന്മാരാണ്. അങ്ങനെയുള്ള ഈ രണ്ടുപേരെയും ആർക്കും കീഴ്പ്പെടുത്താൻ കഴിയാത്തവരാണ്. അത്ര കണ്ട് വീരന്മാരാണ്.
അങ്ങനെയുള്ള ഈ രണ്ടുപേരുടെയും ചരിതം അങ്ങയ്ക്കറിയാം. അവരെ തോൽപ്പിക്കാമെന്ന് അങ്ങ് കരുതണ്ട. അതിൻ്റെ ആവശ്യവും അങ്ങയ്ക്കില്ല. തക്ഷകനോടില്ല. അങ്ങ് തിരിച്ച് സമാധാനമായിട്ട് പൊയ്ക്കൊള്ളുക. ഇനി ഈ ലോകത്തിലുള്ള മുഴുവൻ അസുരന്മാരും കൂടി അങ്ങയുടെ പക്ഷത്ത് നിന്നാലും ഇപ്പോൾ തന്നെ വളരെയേറെ പേര് അവർ സാന്ദർഭികമായി ഇതിനകത്ത് പെട്ടുപോയവർ, അവര് അങ്ങയുടെ കൂടെ നിന്ന് യുദ്ധം ചെയ്തു എന്നിട്ട് ഫലിച്ചില്ല. മുഴുവൻ അസുരന്മാരും അങ്ങയുടെ കൂടെ നിന്ന് യുദ്ധം ചെയ്താലും, ദാനവന്മാരെല്ലാവരും കൂടി ചേർന്ന് നിന്ന് യുദ്ധം ചെയ്താലും, യക്ഷന്മാരും രാക്ഷസന്മാരും ഗന്ധർവന്മാരും കിന്നരന്മാരും വിദ്യാധരന്മാരും എല്ലാവരും ഒരുമിച്ച് അങ്ങയോടൊപ്പം നിന്ന് യുദ്ധം ചെയ്താലും ഇവരെ രണ്ടുപേരെയും തോൽപ്പിക്കാൻ സാധ്യമല്ല എന്നറിഞ്ഞുകൊള്ളുക. അതുകൊണ്ട് തസ്മാദിത സുരൈസാർത്ഥം ഗന്ധുമർഹസി വാസവ. അല്ലയോ ദേവേന്ദ്ര, അങ്ങയുടെ സുഹൃത്തുക്കളായിരിക്കുന്ന, അങ്ങയുടെ പ്രജകളായിരിക്കുന്ന ഈ ദേവന്മാരെയും കൂട്ടിക്കൊണ്ട് ഒരു നിമിഷം പോലും വൈകിക്കാതെ തിരിച്ച് ദേവലോകത്തിലേക്ക് മടങ്ങിപ്പോകണം. ഈ ഖാണ്ഡവദാഹമുണ്ടല്ലോ, അത് വിധി അനുസരിച്ച് സംഭവിക്കേണ്ടതാണ്. ദിഷ്ടം ചാപ്യ അനുപശ്യൈതത് ഖാണ്ഡവസ്യ വിനാശനം. ഖാണ്ഡവ വനത്തിന്റെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ ഈ നാശമുണ്ടല്ലോ, അത് കർമ്മബാധ്യതയാൽ ഖാണ്ഡവത്തിന് വന്നു ചേർന്നതാണ്. അതങ്ങനെ സംഭവിച്ചേ പറ്റൂ. അതിനെ തടയാൻ ആർക്കുമാവില്ല. ഇപ്പോൾ അഗ്നിക്ക് സഹായിയായിട്ട് നരനാരായണന്മാർ തന്നെ നിൽക്കുന്നു. അതിനാൽ അങ്ങ് ഖാണ്ഡവന ദഹനം ഓർത്തിട്ട് അങ്ങ് വ്യസനിക്കേണ്ട കാര്യമില്ല. അങ്ങ് മടങ്ങിപ്പോയിക്കൊള്ളുക. ഇങ്ങനെ ആ അശരീരി ഇന്ദ്രനോട് ഉറക്കെ പറഞ്ഞു കേൾപ്പിക്കുമ്പോ ഇന്ദ്രൻ എന്ത് ചെയ്തു? ക്രോധാമർഷവും സമുത്സൃജ്യ, അതുവരെ തന്റെ മനസ്സിൽ വളർന്നു നിന്ന തന്നെ വളരെയേറെ യുദ്ധത്തിനായി പ്രേരിപ്പിച്ചുകൊണ്ടിരുന്ന ക്രോധവും അമർഷവും ഒക്കെ അദ്ദേഹം വലിച്ചെറിഞ്ഞു, മനസ്സിനെ ശാന്തിയിലേക്ക് നയിച്ചു. സമ്പ്രദസ്തേ ദിവം തഥാ, നേരെ തന്റെ ദേവലോകത്തിലേക്ക് അനുചരന്മാരായിരിക്കുന്ന ദേവന്മാരോടൊപ്പം അദ്ദേഹം വളരെ വേഗത്തിൽ പോയി. ഇങ്ങനെ ദേവരാജാവ് സഹായികളായ ദേവന്മാരോടൊപ്പം ദേവലോകത്തിലേക്ക് മടങ്ങിപ്പോകുന്നത് കൃഷ്ണാർജുനന്മാർ കണ്ടിട്ട് ദേവരാജം തഥായാന്തം സഹദേവൈർ അപേക്ഷ്യതു വാസുദേവ അർജുനവും വീരവും സിംഹനാദം വിനേദത്തു. ദേവരാജാവ് ദേവന്മാരോടൊപ്പം വളരെ വേഗത്തിൽ ദേവലോകത്തിലേക്ക് മടങ്ങിപ്പോകുന്നത് കണ്ടിട്ട് വാസുദേവനും അർജുനനും എന്തു ചെയ്തു? സിംഹനാദം ചെയ്തു. ഉറക്കെ അവർ ഗർജിച്ചു, അലറി. യുദ്ധത്തിൽ സ്വന്തം വിജയത്തിന്റെ സൂചനയായിട്ട് അവർ ജയഭേരി മുഴക്കി, അവർ ഉറക്കെ സിംഹനാദം ചെയ്തു, അലറി. അങ്ങനെ കേശവനും അർജുനനും കൂടി ഇന്ദ്രനെ തോൽപ്പിച്ച് തിരിച്ചുവിട്ട അവസരത്തില് നിർവിശങ്കം വനം വീരോ ദാഹയാമാസ ദുസ്തത. ആ അവസരത്തിൽ കേശവനും അർജുനനും കൂടി ഇങ്ങനെ യുദ്ധത്തിൽ ജയിച്ച അവസരത്തിൽ ഇനി അഗ്നി ഭഗവാന് ആരെയും ഭയക്കേണ്ട കാര്യമില്ല. അഗ്നി ചിന്തിച്ചു, തനിക്കിനി ഒരിക്കലും തടസ്സമുണ്ടാവില്ല എന്ന് ചിന്തിച്ചിട്ട് അഗ്നി വളരെയേറെ സന്തോഷിച്ചു. എന്നിട്ട് കൃഷ്ണാർജുനന്മാരുടെ ആ സഹായത്താൽ, അനുഗ്രഹത്താൽ വളരെ വേഗത്തിൽ ആ ഖാണ്ഡവത്തെ എമ്പാട് നിന്നും വളഞ്ഞ് പൂർണ്ണമായിട്ടും വിഴുങ്ങുക എന്നുള്ളതായ പ്രക്രിയ അദ്ദേഹം നടത്തി. ആ അവസരത്തിൽ മുകളിലേക്ക് ഇങ്ങനെ അഗ്നിജ്വാലകൾ ആളിക്കത്തിപ്പോവാണ്. അങ്ങനെ ആളിക്കത്തുമ്പോഴേക്കും ആ ഖാണ്ഡവം മുഴുവൻ അഗ്നിഭഗവാൻ ഭക്ഷണമായി തീരുകയാണ്. അവയുടെ ശരീരവും മേധസ്സും എല്ലാം അഗ്നിയുടെ ഉദരരോഗശാന്തിക്ക് പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ ആ അഗ്നിഭഗവാൻ പരാം നിർവൃതിം ആഗത, അങ്ങേയറ്റത്തേതായ നിർവൃതിയെ, പരമാനന്ദത്തെ, രോഗം ശമിക്കുന്നു, അതിനുള്ളതായ സിദ്ധൌഷധം ഇതാ കിട്ടിക്കൊണ്ടിരിക്കുന്നു. രക്ഷിക്കാൻ നിൽക്കുന്ന അർജുനനും
കൃഷ്ണനും പരമമായ ആനന്ദത്തെ അദ്ദേഹം നേടി. അങ്ങനെ ആ അഗ്നി ആളി പടർന്ന് വീണ്ടും ബാക്കി അവശേഷിച്ചതായ ആ വനത്തെ ദഹിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുവരെ അതിനകത്ത് ഒളിഞ്ഞിരുന്നതായ ഒരു അസുരൻ തക്കം പാർത്ത ഇനി ഇവിടെ ഇരിക്കുക പാടില്ല, അധികം നേരം ആപത്തുണ്ടാകും. അയാൾ അവിടെ നിന്നിട്ട് തക്കം പാർത്തിട്ട് പെട്ടെന്ന് എടുത്ത് ചാടി ഓടി രക്ഷപ്പെടാൻ നോക്കി. അത് വേറെ ആരുമല്ല, മയനാണ്, അസുരശില്പിയായ മയൻ. തഥാസുരം മയം നാമ തക്ഷകസ്യ നിവേശനാത് വിപ്രദ്രവന്തം സഹസാ ദദർശ മധുസൂദന. തക്ഷകന്റെ വീട്ടില് അയാള് ഒളിച്ചിരിക്കുകയായിരുന്നു. അഗ്നി ഇങ്ങനെ അങ്ങോട്ടങ്ങോട്ട് ചെല്ലുകയാണ്. നാലുപാട് നിന്നിട്ട് ആളി കത്തിയാണല്ലോ അങ്ങനെ കേന്ദ്രത്തിലേക്ക് അഗ്നി ചെല്ലുന്നത്. അങ്ങനെ അഗ്നി അങ്ങോട്ട് ചെല്ലുകയാണ്. ഈ മയാസുരൻ എന്ത് ചെയ്തു? ഇനി ഏറെ നിന്നാൽ പറ്റില്ല എന്ന് കണ്ടിട്ട് തക്ഷകന്റെ വീട്ടിൽ നിന്ന് കൃഷ്ണനും അർജുനനും കാണാതെ, അഗ്നിയിൽ പെട്ടുപോകാതെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അഗ്നി നാലുപാടുമുണ്ട്. അഗ്നിയിൽ പെട്ടുപോകാതെ രക്ഷപ്പെടുക അത്ര എളുപ്പമല്ല. കൃഷ്ണന്റെ അർജുനന്റെ കണ്ണു വെട്ടിച്ച് കടക്കേ എളുപ്പമല്ല. പക്ഷേ വേറൊരു മാർഗമില്ല. അതിനാൽ അയാൾ വളരെ വേഗത്തിൽ ഭയത്തോടുകൂടി എടുത്തയാടി ഓടി. ഇത് ഉടനെ തന്നെ കൃഷ്ണൻ കണ്ടു, അർജുനൻ കണ്ടു, അഗ്നിയും കണ്ടു. പടക്കളത്തില് എന്ത് ചെറിയൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാലും സൈന്യാധിപൻ കാണണം, ഏതൊരു സേനാനിയും കാണണം. കണ്ടാൽ ജയിക്കും, കണ്ടില്ലെങ്കിൽ പരാജയപ്പെടും. അതിസൂക്ഷ്മമായ ചലനം പോലും കാണണം, അതിസൂക്ഷ്മമായ അടയാളങ്ങൾ പോലും കാണണം. അതിന്റെ കാരണം മനസ്സിലാക്കണം. എന്നിട്ട് അതിനുടനെ തന്നെ നിമിഷങ്ങൾ പോലും വൈകിക്കാതെ പ്രതിവിധി ചെയ്യണം. ഇത്ര ശ്രദ്ധയോടുകൂടിയിട്ട് ഒളിച്ച് ഓടാൻ ശ്രമിച്ചപ്പോഴും അവർ കണ്ടു കൃഷ്ണനും അർജുനനും അഗ്നിയും. വിജ്ഞായ ദാനവേന്ദ്രാണാം മയം വൈ ശില്പിനാം വരം ജിഹാംസുർ വാസുദേവസ്തം ചക്രമുദ്യമ്യധിഷ്ഠിത. കൃഷ്ണൻ ഉടനെ തന്നെ കണ്ടു എന്ന് മാത്രമല്ല അതാരാണ് എന്ന് വ്യക്തമായിട്ട് തിരിച്ചറിയുകയും ചെയ്തു. അസുരന്മാരുടെ ശില്പിയാണ്, സമർത്ഥനായ ശില്പിയാണ്. അയാള് ബലവാനാണ്, പല പ്രകാരത്തിലുള്ള ആയുധങ്ങൾ കയ്യിൽ ഉള്ളയാളാണ്, കൊത്തുപണിയിലെ ശില്പവിദ്യയിലെ അഗ്രഗണ്യനാണ്, ദാനവേന്ദ്രനാണ്, ദാനവന്മാരുടെ രാജാവാണ്. അയാളെ രക്ഷപ്പെട്ടു പോകാൻ അനുവദിച്ചുകൂടാ. കൃഷ്ണൻ ഉടനെ എന്തു ചെയ്തു? അയാളെ, ആ മയനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് തന്റെ ചക്രം ഉയർത്തി. ഇത് ആ മയാസുരൻ കാണുകയാണ്. ഇത് കണ്ടിട്ട് അയാൾ മറുവശത്തേക്ക് ഓടാൻ പറ്റുമോ നോക്കിയപ്പോഴേക്കും അവിടെ ദിധക്ഷന്തം ജപാവകം, അഗ്നി ഇങ്ങനെ ആളിക്കത്തി അതിലേക്ക് കയറി വരികയാണ്. അങ്ങോട്ടും ഓടാൻ നിവർത്തിയില്ല, കൃഷ്ണന്റെ സമീപത്തോട്ട് ചെല്ലാൻ നിവർത്തിയില്ല, മറുവശത്തേക്ക് ഓടാൻ നിവർത്തിയില്ല. അപ്പോ പിന്നെ എന്താ ചെയ്യുക? അഭിതാവ അർജുനേത്യേവം മയസ്ത്രാഹീതി ചാബ്രവീത്. അയാൾ ഉടനെ അർജുനനെ വിളിച്ചു, അർജുനന്റെ നേരെ ഓടിച്ചെന്നു. അർജുനനെ വിളിച്ചു, അർജുന എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ എന്ന് അർജുനനെ ശരണം പ്രാപിച്ചു. അയാളുടെ ആ നിലവിളി കേട്ട് അയാളോട് കാരുണ്യം അർജുനന് തോന്നി. ദയാപര, ദയുള്ളവനായ അർജുനന് അയാളോട് കാരുണ്യം തോന്നി. തന്ന ഭേദവ്യമിത്യാഹ മയം പാർത്ഥോ ദയാപര. ദയാപരനായ അർജുനൻ ആ മയനോട് പറഞ്ഞു, ഒരു കാരണവശാലും പേടിക്കേണ്ട, പേടിക്കേണ്ട, നിന്നെ സംഭരിക്കുകയില്ല, നിനക്ക് ജീവനെ മടക്കി തരുന്നു എന്ന് അർജുനൻ ഉറപ്പായി പറഞ്ഞു. ഇങ്ങനെ പാർത്ഥൻ മയന് അഭയം കൊടുത്തതുകൊണ്ട് കൃഷ്ണൻ ഉടനെ തന്നെ ആ മയന്റെ നേരെ പ്രയോഗിക്കാനായി ഉയർത്തിയ ചക്രത്തെ പിൻവലിച്ചു. മയനെ കൊന്നില്ല എന്ന് മാത്രമല്ല, ആ അഗ്നിഭഗവാനും ആ മയന്റെ നേരെ മയനെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് പാഞ്ഞു ചെന്നുമില്ല. ഇങ്ങനെ അവർ രണ്ടുപേരും അർജുനൻ കൊടുത്തതായ ആ വാക്കിനെ സംരക്ഷിക്കാൻ അർജുനനോടൊപ്പം നിന്നു. അങ്ങനെ മയൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. കൃഷ്ണാർജുനന്മാരുടെ സമീപത്ത് തൊഴുകയോടുകൂടി നിൽക്കുന്നു. എത്ര ദിവസമാണ് ആ വനം നിന്ന് കത്തിയത്?
തദ്വനം പാവകോ ധീമാൻ ദിനാനി ദശപഞ്ച 10 ദിവസം, പിന്നെ 5 ദിവസവും. ഇങ്ങനെ 10ഉം 5ഉം 15 ദിവസം ആ അഗ്നി ആ വനത്തെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു. 15 ദിവസം കൊണ്ട് പൂർണ്ണമായിട്ടും അതിനെ ഭക്ഷിച്ചു കഴിഞ്ഞു. ദദാഹ കൃഷ്ണപാർത്ഥാഭ്യാം രക്ഷിത പാകശാസനാത്. പാകശാസനൻ ഇന്ദ്രന്റെ വിരോധത്തിൽ നിന്നിട്ട് കൃഷ്ണനും പാർത്ഥനും കൂടി തന്നെ രക്ഷിക്കുകയുണ്ട്. അഗ്നിഭഗവാന് 15 ദിവസം കൊണ്ട് ആ ഖാണ്ഡവവനത്തെ പൂർണ്ണമായും ഭക്ഷിക്കാനായി സാധിച്ചു.